സാറേ റെക്കോർഡിംഗ് ഓൺ ആണ്, തുടങ്ങിക്കോളൂ. ഓക്കെ. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോഡൈനാമിക് തിയറി ഇൻക്ലൂഡിംഗ് ഹോണി ആൻഡ് സിൽവൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏബിൾ ആയിരിക്കും. ഒന്നാമത് ഡിഫൈൻ ആൻഡ് ഡിസ്ക്രൈബ് സൈക്കോ അനാലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി, എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, analyze the structure of personality, then explain the use of defense mechanism, describe the stages of psychosexual development, delineate Karen Horney's theory of personality, explain the importance and types of neurotic need, describe Sullivan's theory of personality, and analyze the developmental cause proposed by Sullivan. These things we will get after the going through this chapter. Mainly we have to discuss about Sigmund Freud psychoanalytic theory. Here നമ്മൾ സാധാരണയായി കേട്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ the certain assumptions that make the distinction between psychodynamic theories and other theories of personality. We may summarize these assumptions in the following way. സാധാരണ നമ്മൾ കേട്ട് പരിചയിച്ച സൈക്കോളജിയുമായി പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണല്ലോ സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ തുടക്ക ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. In order to describe the structure of personality, the following two models have been developed by Freud. ഫ്രോയിഡിന്റെ മറ്റു ചില കാര്യങ്ങൾ ഇതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ. Freud's psychoanalytic theory is described in the following three main headings: structure of personality, dynamics of personality, and development of personality. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ഇതിൽ പ്രധാനമായും അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടു തിയറിയാണ്. ഒന്ന് ടോപ്പോഗ്രാഫിക്കൽ മോഡൽ ആൻഡ് ഡൈനാമിക് ഓർ സ്ട്രക്ചറൽ മോഡൽ. ടോപ്പോഗ്രാഫിക്കൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. സാധാരണ നമ്മൾ പറഞ്ഞു വരാറുണ്ട് കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്സ്. അതിനെക്കുറിച്ചാണ് ഈ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. Freud's topographical model represents his configuration of mind. From his work, Freud concluded that mental functioning could be described in terms of three states of consciousness. First and most obvious is the conscious state. This includes whatever one is thinking about the moment. നമ്മൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഈ കോൺഷ്യസ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഈ ലെസൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഹിയറിംഗ് മീ ആൻഡ് കോംപ്രിഹെൻഡിങ് ദ വേർഡ്സ്. ഇൻ അതർ വേർഡ്സ്, കോൺഷ്യസ് സ്റ്റേറ്റ് ഈസ് റിലേറ്റഡ് ടു ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അനുഭവമാണ് കോൺഷ്യസ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. As a result, conscious state represents the short and limited aspect of personality. ഒരു വ്യക്തിയുടെ ഷോർട്ടും അതുപോലെ തന്നെ ലിമിറ്റഡുമായ പേഴ്സണാലിറ്റിയാണ് ഈ കോൺഷ്യസ് സ്റ്റേറ്റിലൂടെ യഥാർത്ഥത്തിൽ പ്രകടമാകുന്നത്. ഇനി സെക്കൻഡ് ഉള്ളത്, സെക്കൻഡ് ഈസ് സബ് കോൺഷ്യസ്, അല്ലെങ്കിൽ അത് പ്രീ കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന പേരിലും അറിയപ്പെടും. ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് വി ആർ അവെയർ. നമ്മളോട് പെട്ടെന്ന് ഒരാള് വാട്ട് ഡിഡ് യു ഹാവ് ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അത് പറയാൻ കഴിയില്ല, നമുക്കത് ഓർത്തെടുക്കണം. അതുകൊണ്ട് അത് ആണ് യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് ഓർത്തെടുക്കേണ്ടി വരുന്ന ഒരു കാര്യത്തെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. Here second is subconscious or preconscious, which refer to all of the stored memories which are not part of our current thoughts but which can be brought into consciousness. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യപ്പെട്ട, അതാണ് സബ് കോൺഷ്യസ്.
ഇവിടെ നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ വാട്ട് യു ഹാവ് ടേക്കൺ ഇൻ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു ആൻസർ സാധ്യമല്ല. എന്നാൽ നമുക്ക് ഓർത്തെടുക്കാൻ നമ്മൾ എന്താ കഴിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ദ തേർഡ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്. ഇവിടെ ഇതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. കണ്ടെയ്നിങ് ആൾ ഓഫ് ദ മെമ്മറീസ് ആൻഡ് ഡിസയേഴ്സ് ആൻഡ് എലിമെന്റ്സ് ഓഫ് വിച്ച് വി ആർ അൺഅവെയർ. നമുക്ക് യഥാർത്ഥത്തിൽ അൺഅവറായി കിടക്കുന്ന എല്ലാ എലിമെന്റ്സും എല്ലാ മെമ്മറീസും ഉൾക്കൊള്ളുന്നതാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, സം ഓഫ് ദീസ് മെറ്റീരിയൽ വാസ് നെവർ കോൺഷ്യസ്. ചില ഈ നമ്മൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അത് അവിടെ ഉണ്ട് എന്നർത്ഥം. ബട്ട് മച്ച് ഓഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് കോസ്ഡ് സോ മച്ച് ആങ്സൈറ്റി that it was thrust out of consciousness and repressed. അത് ഔട്ട് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, അതുപോലെ തന്നെ റിപ്രസ്ഡ് ആയിട്ട് അതങ്ങനെ നമ്മളിങ്ങനെ മറച്ചു വെക്കപ്പെട്ടിരിക്കുക. നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ചില ശത്രുതാ മനോഭാവം, സെക്ഷൽ ക്രേവിങ് ആൻഡ് മോസ്റ്റ് ഡെഫറേറ്റ് ഫിയർ, അതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ റിപ്രസ് ആണ് അതൊക്കെ. Keeping them under lock and key in the recesses of the unconscious. This material sometimes reaches the conscious in bits and pieces. ചില സന്ദർഭത്തിൽ അത് പുറത്തേക്ക് വരും. Freud felt that this part of mind was not directly accessible to awareness. ഈ നമ്മുടെ മനസ്സിന്റെ ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി അതിലേക്ക് ആക്സസിബിൾ ആകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് അതിനെ കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലൈഫിന്റെ മൊത്തത്തിലുള്ള പ്രകൃതത്തിൽ ഈ അൺകോൺഷ്യസ് പാർട്ടിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ട് താനും. നമ്മൾ ഇതിനെ ഇങ്ങനെ ഇൻ പാർട്ട് സോ ഇറ്റ്സ് എ ഡം ബോക്സ് ഫോർ urges, feelings and ideas that are tied to anxiety, conflict and pain. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ആങ്സൈറ്റിക്കും അതുപോലെയുള്ള പല കാരണങ്ങൾക്കും കാരണമായി കിടക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇങ്ങനെ വി ക്യാൻ യൂസ് എ മെറ്റഫോർ ഓഫ് ആൻ ഐസ്ബർഗ്. ഒരു ഐസ്ബർഗിനോട് നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ നമ്മൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അതിൽ only 10% of an iceberg is visible. 1 minute, just ഇവിടുത്തെ ഒരു പ്രശ്നം ചെറുതായി പരിഹരിക്കട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ശരിയായി. സോറി. അപ്പൊ നമ്മൾ ഒരു ഐസ്ബർഗിനോട് നമ്മൾ ഇങ്ങനെ ഇത് നമ്മുടെ ഈ മനസ്സിന്റെ 3 തലങ്ങളെ നമ്മൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, നമ്മൾ അതിനോട് ഇങ്ങനെ നമ്മൾ സാദൃശ്യപ്പെടുത്തുകയാണെങ്കിൽ only 10% of an iceberg is visible. ഐസ്ബർഗിന്റെ 10% മാത്രമായിരിക്കും കടലിലെ വെള്ളത്തിലുള്ളത്. whereas the other 90% is beneath the water. അത് പ്രീ കോൺഷ്യസ് ആണ്, അൺകോൺഷ്യസ് ആണ്. അതിൽ തന്നെ പ്രീ കോൺഷ്യസ് ഈസ് അലോട്ടഡ് അപ്രോക്സിമേറ്റ്ലി 10% to 15%. Then whereas the unconscious is allotted an overwhelming 75 to 80%. അപ്പൊ അത്രയും നമ്മളൊരു വലിയ ഒരു ഐസ് ബർഗിനോട് നമ്മുടെ ഈ മനസ്സിനെ നമ്മൾ സാദൃശ്യപ്പെടുത്തുകയാണെങ്കിൽ, അത് സിമ്പിൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 10% മാത്രമാണ് കോൺഷ്യസ് ആയിട്ടുള്ളത്. പിന്നെ 10 to 15 അത് സബ് കോൺഷ്യസ്, നമുക്ക് ഓർത്തെടുത്ത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയ. 75 to 80%. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊണ്ടുവരാൻ പറ്റാത്തത്ര ഭാഗമാണ് അൺകോൺഷ്യസ് ഏരിയയിൽ കിടക്കുന്നത്. മാത്രമല്ല ഈ അൺകോൺഷ്യസ് ഏരിയ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എങ്കിൽ കൂടി നമ്മുടെ എല്ലാ ബിഹേവിയറൽ പാറ്റേണും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ എല്ലാ ഏർജസും ഫീലിങ്സും ഒക്കെ അവിടെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന്. ക്ലിയർ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഹലോ?
Hello? Yes, okay. Dynamic or structural model. ഇവിടെ ഇതിൽ 3 പാർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. In terms of above 3 states of consciousness, Freud attempted to explain a great deal of mental functioning. But later he found it useful to describe a kind of mental map involving 3 regions or types of mental activity. അതിൽ ഒന്നാമത്തത് what we desire, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. Then second one, what can be realistically obtained, and third one, what our moral code tell us is right or wrong. ഇങ്ങനെ 3 പാർട്ടാണ് അതുള്ളത്. ഒന്നാമത്തെ നമുക്ക് ഇഡ് അല്ലെങ്കിൽ ഇത് എന്ന് വിളിക്കാം. The primary region is it. Freud proposed that the id is present at birth and is totally unconscious. യഥാർത്ഥത്തിൽ ഇത് അൺകോൺഷ്യസ് ആണ്. എന്നാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും മുൻപിലേക്ക് വരുന്നത് ഇത് ആണ്. ഇറ്റ്സ് ദ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് പ്രിമിറ്റീവ് നീഡ്സ്. നമ്മുടെ ഈ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഓരോ മനുഷ്യരിലും പ്രിമിറ്റീവായ നീഡ്സ്, അതുപോലെ തന്നെ സെക്സ്വൽ ഡിസയേഴ്സ് ആൻഡ് അഗ്രസീവ് ഇമ്പൾസസ്, ഇതെല്ലാം വരുന്നത് ഇത് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇറ്റ് ഈസ് ഗവേൺ ബൈ ദ പ്ലഷർ പ്രിൻസിപ്പൾ. ഇതിന് യഥാർത്ഥത്തിൽ ഇതിന് സന്തോഷം, എപ്പോഴും മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇതിനെ ഗവേൺ ചെയ്യുന്നത്. ആൻഡ് ഏത് സന്ദർഭത്തിലും ഇറ്റ് ഡിമാൻഡ്സ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡിസയർ വിതൗട്ട് റിഗാർഡ് ഫോർ വാട്ട് ഈസ് പോസിബിൾ ഓർ വാട്ട് ദ കോൺസിക്വൻസ് ഓഫ് മൈറ്റ് ബി. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസോ അല്ലെങ്കിൽ പോസിബിൾ ആണോ എന്ന് ചിന്തയൊന്നുമില്ലാതെ മനുഷ്യനെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഇഡ് എന്നുള്ളത്. ഇത് സെക്കൻഡ് വൺ ഈസ് ഈഗോ സ്റ്റേറ്റ്. ദി സെക്കൻഡ് റീജിയൻ ഈസ് ദ ഈഗോ. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ വേണ്ടത്. സിൻസ് ദ ഇഡ് ഹാസ് നോ കൺസേൺ വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് റിയാലിറ്റി ഓർ ലോജിക്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ലോജിക്കലി തിങ്കിങ്ങോ അല്ലെങ്കിൽ റിയാലിറ്റി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊന്നുള്ള ചിന്തയില്ല. സോ വിത്തൗട്ട് അഡീഷണൽ മെന്റൽ ഡെവലപ്മെന്റ് വി കുഡ് നോട്ട് സർവൈവ്. ഇത് ഇപ്രകാരം ഒരാൾക്ക് തോന്നുന്നതൊക്കെ പ്രാവർത്തികമാക്കാൻ നിന്നാൽ ചിലപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ മെന്റൽ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇൻ റെസ്പോൺസ് ടു ഏർലി ഫ്രസ്ട്രേഷൻ, however, we begin to learn something about the limitations imposed by the real world. നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, ചിലത് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ ചില ലിമിറ്റേഷൻസ് ആൾറെഡി ഇമ്പോസ്ഡ് ആയിട്ടുണ്ട്. അതൊക്കെ ആൻഡ് വി ഫൈൻഡ് ദാറ്റ് അവർ വിഷസ് മേ നോട്ട് ആൾവേസ് ബി ഇമ്മീഡിയറ്റ്ലി ഫുൾഫിൽഡ്. ചില ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. This coming to grips with reality was described Freud as the development of ego. ഇതാണ് യഥാർത്ഥത്തിൽ ഈഗോ. നമ്മുടെ ഒരു പോലീസ് ഫോഴ്സ് എന്ന് പറയാം. നമ്മുടെ മനസ്സിലുള്ള ഒരു പോലീസ് ഫോഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഈഗോ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്ന് വളരെ കൃത്യമായി നിർദ്ദേശം നൽകുന്ന ഘടകമാണ് ഈഗോ എന്നുള്ളത്. ഇനി മൂന്നാമത്തതായിട്ടുള്ളത് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ പ്രധാനമായിട്ടും ഈ മോറൽ വാല്യൂസ്, നമ്മൾ മാതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിന്ന് മറ്റൊരു യുക്തി ചിന്തയും ഇല്ലാതെ നമുക്ക് വാല്യൂ അതിൽ മാത്രം പരിമിതമാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സൂപ്പർ ഈഗോ. ഈ സൂപ്പർ ഈഗോ അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഘടകമാണ് ഈഗോ. അതാണ് നമുക്ക് യുക്തി ചിന്തയും ഇന്ന സമയത്ത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ള ബോധം നൽകുന്നതാണ് ഈഗോ. സൂപ്പർ ഈഗോ, the third region is called super ego. It ordinarily develops as children are exposed to moral values of their parents. In this setting, the child accepts, internalizes the parental views of real behavior and their moral values as to what is right and wrong. Then these two aspects of superego are known as ego, ideal, and consciousness.
Like the ego, the superego spans are 3 levels of consciousness. While most of us are able to verbalize our ideals, and our moral system, it is also true that we are not always aware of the reasons for our strong emotional reactions on such issues. ചില സന്ദർഭത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുന്ന സന്ദർഭത്തിൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. അവിടെ അത്തരത്തിലുള്ള വളരെ കൃത്യമായ ഒരു ഐഡിയ നമുക്ക് നൽകുന്നതിൽ ഈഗോ ആണ് പ്രധാനമായി പങ്കുവഹിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്നതാണ് ഈ ഡൈനാമിക് സ്ട്രക്ചർ ആ മോഡലിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന 3 ടേംസ്. 3 സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഒരിക്കൽ കൂടി നമുക്ക് പറയാം, വാട്ട് വി ഡിസൈർ, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഇറ്റ്. What can be realistically obtained, യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈഗോ. ആൻഡ് വാട്ട് ആർ മോറൽ കോഡ് ടെൽസ് us is right or wrong, അതാണ് സൂപ്പർ ഈഗോ. ഓക്കെ, thus ego develops out of it. It works on reality principle. ഈഗോ വർക്ക് ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. It tries to maximize pleasure and minimize the pain. ഈഗോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ പ്ലഷർ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പെയിൻ കുറക്കാനാണ്. ഈഗോ സൂപ്പർ ഈഗോയുടെയും അതുപോലെ തന്നെ ഇതിന്റെയും ഇടയിൽ ഒരു യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്ന ഒരു ഘടകമാണ് ഈഗോ എന്നുള്ളത്. നമ്മൾ ഈ ടിഎയിൽ പറയുന്ന 3 ഘടകങ്ങളുണ്ട്. പാരന്റൽ ഈഗോ സ്റ്റേറ്റ്സ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആൻഡ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. ഈ ഈഗോയെ നമുക്ക് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയാം. ഏറെക്കുറെ ഇതും അതും സമാനമാണ്. അടുത്തതായി ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, human organism is a complex system in which relies on both physiological energy as well as psychic energy. കോംപ്ലക്സ് സിസ്റ്റം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ ഓർഗാനിസം ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം. അതിൽ ഫിസിയോളജിക്കൽ എനർജി ആൻഡ് സൈക്കിക് എനർജി ബോത്ത് ഇൻക്ലൂഡ്. Physical energy is used in physical activities like running, writing, respiration, like that. All work related physical. Whereas psychic energy is used in psychological work such as planning, thinking, feeling, and remembering. ഈ ഘടകങ്ങൾക്കൊക്കെയാണ് സൈക്കിക് എനർജി ഉപയോഗിക്കുന്നത്. ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, ശാരീരിക ക്ഷമതയോടുകൂടി നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. According to Freud, it is the contact point of these 2 types of energy. ഇതാണ് ഈ 2 എനർജിയും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്മെ ഉപയോഗിക്കുന്ന ഒരു പൊതുഘടകമാണ്. പിന്നെ ഫ്രോയിഡ് സ്റ്റേറ്റ്സ് that the instincts are the ultimate cause of all behavior. നമ്മുടെ എല്ലാ ബിഹേവിയറിന്റെയും അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്ന ചില ഇൻസ്റ്റിക്റ്റ്, നമ്മുടെ ഒരു ചില ചോദകങ്ങൾ എന്ന് നമുക്കതിനെ പറയാം. അത് 2 നിലക്കുള്ള 2 ബേസിക് ഇൻസ്റ്റിങ്സ് ആർ. ഒന്ന് ഇറോസ്, അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലവ് ആണ്. ആൻഡ് ദ തനാറ്റോസ്, ഡിസ്ട്രക്റ്റീവ് ഓർ ഡെത്ത് ഇൻസ്റ്റിക്റ്റ്. 2 ടൈപ്പ് ഇൻസ്റ്റിക്റ്റ് ആണുള്ളത്. അതിൽ ഒന്ന് ഇറോസ്, സെക്കൻഡ് വൺ ഈസ് തനാറ്റോസ്, ഡിസ്ട്രക്റ്റീവ് ഓർ ഡെത്ത് ഇൻസ്റ്റിക്റ്റ്. അപ്പോൾ ഇതിലെ the purpose of eros is to establish and preserve unity through relationships. ഈ ലവ് അല്ലെങ്കിൽ ഇറോസ് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിയും റിലേഷൻഷിപ്പിലൂടെ യൂണിറ്റി സംരക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ ദി പർപ്പസ് ഓഫ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഈസ് ടു അൺഡു കണക്ഷൻസ് ആൻഡ് യൂണിറ്റി. കണക്ഷൻസും അതുപോലെ തന്നെ മറ്റൊന്നും ഇല്ലാതാക്കുക. The 2 instincts can either operate against each other through repulsion or combine with each other through attraction. ഇത് പരസ്പരം പൂരകമായി വർദ്ധിക്കാം, തിരിച്ചുമാകാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് libido is the main source of psychic energy and is thought to come
from these two main instincts. Eros ആകട്ടെ ഇതില് the life and sexual instincts. ഇതിലെ പ്രധാനമായി ഇവയെ തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു ഘടകമാണ് ലിബിഡോ. ഓക്കെ, ഇത്രയാണ് ഈ ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്സ്, 3 states: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ഓർ പ്രീ കോൺഷ്യസ്, അതുപോലെ തന്നെ അൺകോൺഷ്യസ്. പിന്നെ ഡൈനാമിക് സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ, അവയുടെ പ്രത്യേകതകൾ. അപ്രകാരം തന്നെ നമ്മുടെ ഈ ഡൈനാമിക് ഓഫ് പേഴ്സണാലിറ്റിയിൽ നമ്മുടെ ഹ്യൂമൻ ഓർഗാനിസം ഇസ് കോംപ്ലക്സ് സിസ്റ്റം. അതിൽ 2 നിലക്കുള്ള എനർജികളുണ്ട്: ഫിസിയോളജിക്കൽ എനർജി ആൻഡ് സൈക്കിക് എനർജി. ഇപ്രകാരം ഇതിന്റെ ഫ്രോയിഡ് ഇതിനെ ഈ ബിഹേവിയർ 2 ബേസിക് ഇൻസ്റ്റിങ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഇറോസ് ആൻഡ് അനദർ വൺ ഈസ് തനാറ്റോസ്. ഇറോസ് എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് അഫെക്ഷൻ, അതുമായി ബന്ധപ്പെട്ടാണ്. റെസ്ട്രിക്റ്റീവ് ഓർ ഡെത്ത് ഇൻസ്റ്റിക്റ്റ് ആണ് തനാറ്റോസ് എന്നുള്ളത്. ഇനി ഡിഫൻസ് മെക്കാനിസം. നിങ്ങൾ ഉണ്ടല്ലോ അവിടെ അല്ലേ? ഓക്കെ, ഞാൻ ഈ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഞാൻ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ അറിയാതെ അത് ലീവായി പോയി. കാരണം എല്ലാം വിട്ടുപോയി, ഹൈലൈറ്റ് ചെയ്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് കാരണമാണ് ഇങ്ങനെ എന്റെ ഓർമ്മയിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അപ്പൊ ഇനിയുള്ളത് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ anxiety comes from realistic sources in the external world and conflict with one's own mind. ഈ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ലൈഫിൽ. അത് ചിലപ്പോൾ വരുന്നത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നാണ്, പക്ഷെ അതിന്റെ കോൺഫ്ലിക്റ്റ് മൊത്തം നമ്മുടെ മൈൻഡിലാണ് നടക്കുന്നത്. A common conflict is when the id desires something that ego and superego do not agree with. ചിലപ്പോൾ നമ്മുടെ ഇത് ചിലത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും, എന്നാൽ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ സൂപ്പർ ഈഗോ അതിന് തട ഇടും. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഈ ഒരുപാട് ആങ്സൈറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടാവും. An important function of the ego is to operate defense mechanism. നമുക്ക് ചെയ്യാൻ തോന്നുന്ന എന്തും ചെയ്യാനുള്ള ഒരു മുതിരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിൽ വരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു ഓപ്പറേറ്റ് ഡിഫൻസ്. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഈഗോ ഈസ് ടു ഓപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം. ചില ഡിഫൻസ് മെക്കാനിസം ചില സന്ദർഭത്തിൽ നമുക്ക് വളരെ ആവശ്യമായത്. അവിടെ സൈക്കോളജിക്കൽ ഡിഫൻസസ് ആർ ദ വേ വി ഡീൽ വിത്ത് ആൻസൈറ്റി. ഈ സൈക്കോളജിക്കൽ ഡിഫൻസസ് ആണ് നമ്മൾ ആൻസൈറ്റി ഡീൽ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമതായി ഡിനയൽ. ഡിഫൻസ് മെക്കാനിസത്തിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി വരുന്നത് ഡിനയൽ, നിഷേധിക്കുക, തള്ളിക്കളയുക എന്ന് മലയാളത്തിൽ പറയാം. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന്, അതാണ് യഥാർത്ഥത്തിൽ ഡിനയൽ കൊണ്ട് തരുന്നത്. ഡിനൈസ് സോഴ്സ് ഓഫ് ആങ്സൈറ്റി എക്സിസ്റ്റ്. ഐ ഡിഡ് നോട്ട് ഫെയിൽ മൈ എക്സാം, ഇറ്റ് മസ്റ്റ് ബി എ മിസ്റ്റേക്ക്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഞാൻ എക്സാമിൽ പരാജയപ്പെട്ടതല്ല, അത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. സാധാരണ എന്തെങ്കിലും ചെയ്ത് അവിടെ നമുക്കൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം വേണ്ട രീതിയിൽ ചെയ്യാതെ എങ്കിൽ കൂടി നമ്മൾ അതിനൊരു ന്യായീകരണം കണ്ടെത്തും. ആ ന്യായീകരണമാണ് ഇവിടെ. ഡെനൈൽ ഓഫൻ ഷോസ് അപ്പ് ഡേ ഡ്രീംസ് ആൻഡ് ഫാന്റസീസ്. അപ്പൊ ഏതാ ഡിനൈലുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇനി രണ്ടാമത് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ അടക്കി വെക്കുക, പുറത്തേക്ക് വിടാതെ ചിലതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. ബാനിഷിംഗ് ദ മെമ്മറി, ബാനിഷിംഗ് ഓൾഡ് ബാഡ് മെമ്മറീസ് ഓർ ഈവൻ കറന്റ് തിങ്സ് ഓൾസോ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നമുക്ക്, പക്ഷെ നമ്മൾ മറച്ചു. യു മൈറ്റ് ഫാൻസി ഫോൾഡിങ്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് തോന്നാം, പക്ഷെ അവിടെ നമ്മൾ അത് റിപ്രസ് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. അത് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ അതിനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അതിനെ അടക്കി പിടിച്ചു വെക്കല് ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമാണ്.
നെക്സ്റ്റ് വൺ ഈസ് റിഗ്രഷൻ. ഇവിടെ ചില സന്ദർഭത്തിൽ മൂവിംഗ് ബാക്ക് ടു ആൻ ഏർലിയർ സ്റ്റേജ് വെൻ ഹൈലി സ്ട്രെസ്ഡ് we abandon adult coping strategies and move back to the stage at which we are fixated. Fixated stage എന്താണെന്നതിന് ശേഷം പറയുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ചില നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ചില സന്ദർഭത്തിൽ if you are stressed and if you are a oral personality മറ്റു പേഴ്സണാലിറ്റികളെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യു മേ ടേക്ക് ടു സ്മോക്കിംഗ്. ഇവിടെ ഈ റിഗ്രഷൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ് സ്മോക്കിംഗ്. പിന്നെ അതുപോലെ ആനൽ ക്യാരക്ടർ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ എന്തായിരുന്നത് ഓറൽ പേഴ്സണാലിറ്റി നമുക്ക് പിന്നീട് വരും, അപ്പൊ നമുക്കത് വിശദമാക്കാം. അപ്പൊ ആനൽ ക്യാരക്ടർ ആണെങ്കിൽ ആ വ്യക്തി ഒബ്സ്റ്റിനേറ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഓറൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ അയാൾ ഈ സ്ഥിരമായി റിഗ്രഷൻ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ സ്മോക്കിംഗ് പോലെയുള്ള ഹാബിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് റിയാക്ഷൻ ഫോർമേഷൻ, ഡൂയിങ് ഓർ തിങ്കിങ് ദ ഓപ്പോസിറ്റ്. ശരിക്കും റിയാക്ഷൻ ഫോർമേഷനിൽ നമ്മൾ ചെയ്യുന്നത് ചില കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് വൈസായി. വുമൺ ഹൂ ഈസ് ആംഗ്രി വിത്ത് ബോസ് ഗോസ് ഔട്ട് ഓഫ് ഹെർ വേ ടു ബി കൈൻഡ് ആൻഡ് കോർട്ടിയസ്. നമ്മൾ ബോസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ശരിക്കും മനസ്സിൽ ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷെ അവിടെ പ്രകടിപ്പിക്കുന്നത് വളരെ കൈൻഡും വളരെ നല്ല കോപ്പറേറ്റീവ് ഇതായിരിക്കും, മനസ്സിലൊന്നും പുറത്ത്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം. ഒറിജിനൽ കാണിച്ചാൽ ചിലപ്പം അവിടെ അപകടം ഉണ്ടാവാം. അതായത് വൺ ഓഫ് ദ ഹാൾമാർക്സ് ഓഫ് റിയാക്ഷൻ ഫോർമേഷൻ എക്സസീവ് ബിഹേവിയർ. സാധാരണ ഉണ്ടാകുന്ന എക്സസീവ് ബിഹേവിയർ അത് ഇതിന്റെ പ്രകടമായ ഒരു ഇതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് വൈസ് ആയിരിക്കും, മനസ്സിലുള്ള ഒരു കാര്യത്തിന് ഓപ്പോസിറ്റ് വൈസ് ആയിരിക്കും നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്ന് പ്രൊജക്ഷൻ. ascribing unwanted impulse to someone else. നമുക്ക് ഒരാളെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ മറ്റൊരാളിലും ആരോപിക്കുന്ന ഒരു കാര്യം. ഇപ്പോ ഉദാഹരണത്തിന് അൺഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ഹു ഈസ് എക്സ്ട്രീംലി ജലസ് ഓഫ് ഹിസ് വൈഫ്. ഒരു യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത എപ്പോഴും സംശയാലുവായ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വൈഫിനെ കുറിച്ച് ജലസായിരിക്കും. ഓൾവേസ് ഷീ മൈറ്റ് ബി അൺഫെയ്ത്ത്ഫുൾ. ഇയാളാണ് യഥാർത്ഥത്തിൽ അൺഫെയ്ത്ത്ഫുൾ, ബട്ട് ചിലപ്പം ആ സ്ത്രീ അയാളുടെ ഭാര്യ വളരെ നല്ലവരായിരിക്കും, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇതേ സ്വഭാവം അവർക്കുമുണ്ട് എന്ന് ഇദ്ദേഹം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം. ഇനി റേഷണലൈസേഷൻ. ഇതിന്റെയൊക്കെ മലയാള വീടുകൾ ഇംഗ്ലീഷ് വീടുകളെക്കാളും പ്രയാസമായിരിക്കും പറയാൻ കണ്ടുപിടിക്കാനൊക്കെ. അതുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ തന്നെ ഉപയോഗിക്കലായിരിക്കും നല്ലത്. ഫൈൻഡിങ് എ റേഷണൽ എക്സ്പ്ലനേഷൻ ഫോർ സംതിങ് യു ഹാവ് ഡൺ റോങ്. അപ്പൊ നമ്മൾ ചെയ്ത ഒരു കാര്യത്തെ ഒരു റോങ് ആയ കാര്യമായിട്ടും ചെയ്തിട്ടുണ്ടാകുക എങ്കിൽ കൂടി അതിനൊരു യുക്തി, അതിനൊരു ന്യായീകരണം നമ്മൾ കണ്ടെത്തും. യു ഡിഡ് നോട്ട് ഫെയിൽ ദ എക്സാം ബിക്കോസ് ഓഫ് യു ഡിഡ് നോട്ട് സ്റ്റഡി ഹാർഡ് ഇനഫ്, ബട്ട് ബിക്കോസ് ദ എക്സാമിനർ സെറ്റ് ബാഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ എക്സാമിൽ തോറ്റുപോയത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ടല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ബാഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എക്സാമിന്റെ സിറ്റുവേഷൻ ബാഡ് ആയതുകൊണ്ട്. നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സാധാരണ കളിയിൽ തോൽക്കുമ്പോൾ പിച്ചിനെ കുറ്റം പറയും. യഥാർത്ഥത്തിൽ കളി തോൽക്കാൻ അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടാകും. അവിടെ നമുക്ക് ഒരു റേഷണലൈസേഷൻ, ഒരു യുക്തി നമ്മൾ കണ്ടെത്തും ആളുകളുടെ മുമ്പിൽ പറയാൻ വേണ്ടി. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. യുവർ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ബ്രേക്സ് അപ്പ് വിത്ത് യു ആൻഡ് യു റേഷണലൈസ് ദാറ്റ് യു നെവർ റിയലി ലൈക്ക്ഡ് ഹിം ഓർ ഹെർ ദാറ്റ് മച്ച് എനിവേ. യഥാർത്ഥത്തിൽ അവളുമായി അല്ലെങ്കിൽ അവനുമായി നല്ല ഒരു ഡീപ്പ് റിലേഷൻ ഉണ്ടാകാം, പക്ഷെ ഒരാളുടെ ഭാഗത്തുനിന്ന് ചതിച്ചു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ റേഷണലൈസേഷൻ, ഞാൻ റിയലി ഐ ഡിഡ്ന്റ് ലൈക്ക് ഹെർ ദാറ്റ് മച്ച് എന്ന ന്യായീകരണം ഉണ്ടാകാം. ഇതാണ് റേഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരു ഡിഫൻസ് മെക്കാനിസം. അടുത്തതായിട്ട് ഇന്റലക്ച്വലൈസേഷൻ. ടേൺ ദ ഫീലിംഗ് ഇൻ ടു തോട്ട്.
ചിലപ്പോൾ നമുക്ക് ചില ഇമോഷൻ ഉണ്ടാവേണ്ട സന്ദർഭത്തിൽ ഒരു തോട്ടിലേക്ക് പോകുന്ന ഇവിടെ ദ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഹർ ഹീസ് ഓർ ഹർ പാർട്ട്ണർ ഹാസ് ക്യാൻസർ. തന്റെ പാർട്ട്ണർക്ക് ക്യാൻസർ ആണ് എന്നറിയുന്ന സന്ദർഭത്തിൽ അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ഒരു ഇമോഷനാണ്. എന്നാൽ ഒരു വ്യക്തി ഡീൽസ് വിത്ത് ഇറ്റ് ബൈ ബിക്കമിങ് ആൻ അബ്സല്യൂട്ട് എക്സ്പേർട്ട് ഓൺ ക്യാൻസർ. അവിടെ അയാൾ പെരുമാറുന്നത് ക്യാൻസറിനെ കുറിച്ച് വളരെ കൃത്യമായി അറിയുന്ന ഒരു എക്സ്പെർട്ട് എങ്ങനെയാണോ അതേ രീതിയിലായി. ഫോക്കസസ് ഓൺ ദി ഡിസീസ് ഇന്റലക്ച്വലി റാദർ ദാൻ ഡീലിംഗ് വിത്ത് ഇമോഷൻസ്. ശരിക്ക് മാനുഷികമായ ഉണ്ടാവേണ്ട ഒരു സാധ്യത ഇമോഷനാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ദുഃഖവും വിഷമവും സങ്കടവും അങ്ങനെയുള്ള വൈകാരികമായ തലങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ ആള് പൂർണ്ണമായും ബുദ്ധിപരമായി മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുകയും വളരെ നല്ല നിലയിൽ ഇതിനെക്കുറിച്ച് തനിക്കറിയാം, അതെത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ഇത് മാറുന്ന എത്രയോ കാര്യങ്ങളുള്ളൂ, അതിനെ കുറിച്ച് ഒരു എക്സ്പെർട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടുക. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്. മൂവിങ് ആൻ ഇമ്പൾസ് ഫ്രം വൺ ഓബ്ജക്ട് ടാർഗറ്റ് ടു അനദർ. ആംഗ്രി വിത്ത് ബോസ്, ഗോ ഹോം ആൻഡ് യെൽ അറ്റ് യുവർ പാർട്ട്ണർ ഓർ കിക്ക് ദ ഡോഗ്. നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്നുണ്ടാകുന്ന ഒരു നമ്മുടെ ബോസിന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പളോ മാഷോ ചീത്ത പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ദേഷ്യം പാർട്ട്ണറോട് തീർക്കുക. തിരിച്ചുണ്ടാകും. വീട്ടിൽ നിന്ന് ഈ ബഹളമൊക്കെ ഉണ്ടായി അടിപിടിയൊക്കെ കൂടി സ്കൂളിൽ പോയി കുട്ടികളെ മുമ്പിൽ ദേഷ്യം. നമ്മുടെ ഈ എന്താ പറയാ ഇമോഷൻസ് അതിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മളത് പ്രകടിപ്പിക്കുന്ന മറ്റൊരു രീതിയിൽ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. യഥാർത്ഥ സ്ഥലത്ത് വെക്കാതെ മറ്റൊരു സ്ഥലത്ത്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും അറിയാത്ത കുഞ്ഞിന് പ്രഹരമേൽക്കുന്ന അതാണ് ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മയോട് വളരെ കൃത്യമായ പഴഞ്ചൊല്ലാണ് അല്ലെ. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി സപ്ലിമേഷൻ. ട്രാൻസ്ഫോമിങ് ഇമ്പൾസസ് ഇൻ ടു സംതിങ് കൺസ്ട്രക്റ്റീവ്. ചിലപ്പോ ചില നമ്മൾ ചില നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ കൺസ്ട്രക്റ്റീവിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പോ ചില സ്ഥലങ്ങളിൽ ഈ സമരമുണ്ട്. ഇപ്പൊ ജപ്പാനിലൊക്കെ സമരത്തെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അവർ സമരം ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവായ രീതിയിലാണ്, കൂടുതൽ ജോലി ചെയ്യാം, അങ്ങനെ ആയിരിക്കും. ഇവിടെ ട്രാൻസ്ഫോമിങ് ഇമ്പൾസ്, ഫ്രോയിഡ് സോ ദിസ് ഈസ് as most adaptive of the defense mechanism. Go out and chop up wood when you are angry. നമ്മൾ വളരെ ഇമോഷണലി വളരെ ആംഗ്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തൊടി പോയി ആ വിറക് അവിടെ ഉണ്ടെങ്കിൽ അത് വെട്ടുക, അല്ലെങ്കിൽ വാഴ കുറച്ച് കളച്ച് വേർത്തൊക്കെ പോയാൽ ചിലപ്പം അത് നമ്മുടെ ആ ഫീലിംഗ് ചിലപ്പോൾ മാറാനുള്ള സാധ്യത ഉണ്ട്. അതാണ് സപ്ലിമേഷൻ. ഇതൊരു നല്ല എന്താ പറയാ, ഫ്രോയിഡ് ബിലീവ്ഡ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് ഇൻ സിവിലൈസേഷൻ were due to the effective sublimation of sexual and aggressive urges. അത് ഒരു നല്ല കാര്യമാണ് അല്ലേ. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടില് ഈ സർക്കാർ ജോലിയുള്ള ആളുകൾ ഏത് മേഖലയിലായിരുന്നാലും സമരം ചെയ്ത് ഒഴിവെടുത്തിട്ടാണ് പ്രദർശിപ്പിക്കുക. അതിന് കൺസ്ട്രക്റ്റീവായ രീതിയിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഡിഫൻസ് മെക്കാനിസം ഉള്ളത്. ഡിനയൽ, റിപ്രഷൻ, റിഗ്രഷൻ, റിയാക്റ്റീവ് ഫോർമേഷൻ, പ്രൊജക്ഷൻ, rationalization, intellectualization, displacement and sublimation. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കാര്യങ്ങളാണ്. ഓക്കെ. ഇനി അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. പ്രധാനമായിട്ടും ഫ്രോയിഡ് ഡിസ്ക്രൈബ്ഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആസ് പാസിംഗ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേജസ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് വേസ് ഓഫ് ഒബ്റ്റെയിൻ ബോഡിലി പ്ലഷർ ആറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ഓരോ സ്റ്റേജിലും ആ വളർച്ചയ്ക്ക് ആവശ്യമായ ബോഡി പ്ലഷർ കിട്ടിക്കൊണ്ടാണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് ഫ്രോയിഡിന്റെ അഭിപ്രായം. ഇതിൽ ഒരുപാട് വിവാദങ്ങളും മറ്റൊക്കെ ഫ്രോയിഡുമായി ബന്ധപ്പെട്ടുള്ളത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഫ്രോയിഡ് സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ഇതിനെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ചില ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇതിൽ
like other stages of theories. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്നാമതായിട്ട് ഓറൽ സ്റ്റേജ്. ഇത് ബർത്ത് ടു 18th month, ഒരു 1.5 വയസ്സ് വരെയാണ് ഓറൽ സ്റ്റേജ് ഉള്ളത്. ഇതിലുള്ള ഒരു വലിയ വിവാദം എന്ന് പറയുന്നത് ഇദ്ദേഹം എല്ലാം ഇതൊക്കെ ഒരു സെക്ഷലി കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ് വരെ അവിടെ വരെ ഒരു സെക്ഷലി ചിന്തയിലൂടെയാണ് ഫ്രോയിഡ് കടന്നു പോകുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ന്യൂ ബോൺ ബേബീസ് ആർ ഇനീഷ്യലി ലിമിറ്റഡ് ടു സക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഈ സക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിലൂടെ സെക്ഷലി സംതൃപ്തി നേടുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ. Their sexual instinctual drive is therefore focused around the mouth. Initially in passive sucking and chewing. അതിലൂടെ യഥാർത്ഥത്തിൽ അവരുടെ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് അതാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദീസ് സ്റ്റേജ് the child is focused on oral pleasure. കുട്ടിക്ക് അവിടെ ഓറൽ പ്ലഷർ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഫിക്സേറ്റ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ലഭിക്കേണ്ട വേണ്ടത്ര പരിചരണവും മറ്റും ലഭിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവിടെ ഫുൾഫിൽ ചെയ്യാതെ വരുന്ന സന്ദർഭത്തിൽ പിൽക്കാലത്ത് കുട്ടിയിൽ ചില ബാഡ് ഹാബിറ്റ് ഉണ്ടാവും. ആ പുകവലിയെ കുറിച്ച് മുമ്പ് പറഞ്ഞു. Too much or too little gratification can result in an oral fixation. അതാണ് ഈ ഓറൽ ഫിക്സേഷൻ ഉണ്ടാകാനുള്ള കാരണം കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയ ഗ്രാറ്റിഫിക്കേഷൻ. or oral personality, which is evidenced by a preoccupation with oral activities. This type of personality may have a stronger tendencies to smoke, drink alcohol, overeat, or bite or his or her nails. നഖം കടിക്കാനുള്ള പ്രവണതയൊക്കെ ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിൽ കിട്ടേണ്ട മറ്റു ചില വ്യാഖ്യാനങ്ങളും നമുക്കതിനാകാം. ഈ ഫ്രോയിഡ് പറഞ്ഞതല്ലാത്ത രീതിയിലും ഇതൊക്കെ ലഭിക്കേണ്ട സമയത്ത് കുട്ടിക്ക് ആവശ്യമായ ഫീഡിങ്ങും മറ്റൊന്നും ലഭിക്കാതെ വന്നാൽ ഈ പ്രകൃതത്തിലേക്കൊക്കെ പോകാം. പേഴ്സണാലിറ്റി വൈസ് ദീസ് ഇൻഡിവിജ്വൽ മേ ബിക്കം ഓവർലി ഡിപ്പെൻഡന്റ് അപ്പോൺ അതേഴ്സ്. ഇങ്ങനെ ഈ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഈ ഓറൽ പ്ലഷർ വേണ്ടത്ര ലഭിക്കാതെ വന്നാൽ ഒരു ഇങ്ങനത്തെ ആളുകൾ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ആയി വരും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ചില ആളുകൾ വളരെ ഡിപ്പെൻഡന്റ് ആണ്, മറ്റുള്ളവരെ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ. അതുണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് ഇത് പറയും. അതുപോലെ തന്നെ ഗല്ലിബ് ആൻഡ് പെർപ്പച്വൽ ഫോളോവേഴ്സ്. ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ സംശയവും മറ്റും എല്ലാറ്റിനും മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായേക്കാം. ഒരു മിനിറ്റ്. ഓക്കെ. അതുപോലെ on the other hand, they may also fight these urges to develop and pessimism and aggression towards others. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവര് may also fight these urges. അവര് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇത് ഓവർകം ചെയ്യാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഏതായാലും ഈ ഓറൽ പ്ലഷർ വേണ്ടത്ര ലഭിക്കാതിരുന്നാൽ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയായി ഇവിടെ പരാമർശിക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ആളുകൾ ഗല്ലിബിൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ പെട്ടെന്ന് എല്ലാവർക്കും പറ്റിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അയാളുടെ വ്യക്തിത്വം ആ രീതിയിലായിരിക്കും. ഏനൽ സ്റ്റേജ്, ഇത് 18 months to 3 years ആണ് ഏനൽ സ്റ്റേജ്. The anal stage which occurs in toddlers, that is നമ്മളിങ്ങനെ ഈ എന്താ പറയാ കൊഞ്ചൽ പ്രായം, ആ കൊഞ്ചൽ പ്രായമാണ് ഏനൽ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പറയാം ബുധ കാലഘട്ടം എന്നൊക്കെ പറയാം. ഈ സബ് ഡിവൈഡഡ് ഇൻ ടു ടു ഫേസസ് ഉണ്ട് ഇതിന്. ഒന്ന്, ദ എക്സ്പെല്ലിംഗ് പീരീഡ് ഇൻ വിച്ച് ദ ചൈൽഡ് ഡ്രൈവ്സ് പ്ലഷർ ഇൻ എക്സ്പെല്ലിംഗ് ഫെസസ് എന്ന് പറഞ്ഞാൽ മൂത്രൊഴിക്കും കാഷ്ടിക്കും ചെയ്യുന്നതിലൂടെ കുട്ടി ഇവിടെ സന്തോഷം കണ്ടെത്തുന്നത്. ആൻഡ് റെൻഡേറ്റീവ് പീരീഡ് ഇൻ വിച്ച് ദേ ഡ്രൈവ് പ്ലഷർ ഫ്രം സ്റ്റോറിങ് ഇറ്റ്. അതിങ്ങനെ പിടിച്ചു വെക്കുന്നതിലൂടെയാണ് ആ സമയത്ത് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ദി ഏനൽ സ്റ്റേജ്
coincides with the toilet training in the child. ഈ സമയത്താണ് ശരിക്കും യഥാർത്ഥത്തിൽ കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ കൃത്യമായി നൽകേണ്ടത്. And is marked by conflicts with parents about compliance and defense. ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ഒന്നൊക്കെ അനുസരണം അല്ലെങ്കിൽ നിഷേധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. Thus the child's focus of pleasure in this stage is on eliminating and retaining feces. ഇതാണ് ഈ മലമൂത്രമൊക്കെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് കൂടുതലായിട്ടുണ്ടാകുക. Through society's pressure, mainly via parents, the child has to learn to control anal stimulation. സൊസൈറ്റിയിലൂടെ, പ്രത്യേകിച്ച് പാരന്റ്സിലൂടെ കുട്ടി ഈ ഏനൽ സ്റ്റിമുലേഷൻ കൺട്രോൾ ചെയ്യാൻ പ്രത്യേകമായി പരിശീലിക്കേണ്ടതുണ്ട്. ഇൻ ടേംസ് ഓഫ് പേഴ്സണാലിറ്റി, ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ആൻ ഏനൽ ഫിക്സേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓറൽ ഫിക്സേഷൻ സംഭവിച്ചതുപോലെ ഈ ഏനൽ ഈ കാലഘട്ടത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ വന്നാൽ this stage can result in an obsession with cleaning. ചില നമ്മൾ ഈ സാധാരണ പറഞ്ഞു വരുന്ന ഒരു പദമാണ് വസ്വാസ്. വസ്വാസ് എന്ന് പറഞ്ഞ ഒരു അറബി പദമാണ്. ആളുകൾ അത് ചില പ്രദേശത്തൊക്കെ അതിങ്ങനെ അത് ഈ നമ്മുടെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടതാണ്. കോഴിക്കോട് കോർഡിനേഷൻ തിയേറ്ററിന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ അടുത്ത് അവിടെ ചികിത്സിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു വസ്വാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ജർമ്മനിയിൽ നിന്ന് വന്ന ആള് അതിങ്ങനെ വായിച്ചിട്ട് അയാളെ ലൈഫിൽ ഒരിക്കൽ പോലും ഒരു മാനസിക ചികിത്സ കൂട്ടത്തിൽ വസ്വാസ് കണ്ടിട്ടില്ല. അപ്പൊ എന്താണത് എന്ന് അവിടെ പോയി അന്വേഷിച്ചു കേന്ദ്രത്തിൽ പോയി. അപ്പോഴാണ് ഈ ഒബ്സഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CBT ഒക്കെ പോലെയുള്ള സാധാരണ OCD അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒബ്സഷൻ വിത്ത് ക്ലെൻലിനെസ്, പെർഫെക്ഷൻ. ചില കാര്യങ്ങൾ എത്ര ചെയ്താലും പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് കൺട്രോൾ ഏനൽ റെന്റിറ്റീവ്. അപ്പൊ ഈ അങ്ങനെ അത് ഇങ്ങനെ ഒരു അസുഖമായി മാറാനുള്ള സാധ്യത ഉണ്ട്. ഇത് വളരെ കൃത്യമായി പരിശീലനം കൊടുത്തിട്ടില്ല. On the opposite end of the spectrum, they may become messy and disorganized. കൃത്യമായ പരിശീലനം കൊടുത്തിട്ടില്ലേ ഒന്നുകിൽ ഈ OCD പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തത് മെസ്സി ആൻഡ് ഡിസോർഗനൈസ്ഡ്, വളരെ വൃത്തിഹീനമായി നടക്കുന്ന, അങ്ങനെയും സംഭവിക്കാം. അപ്പൊ ഇതാണ് ഏനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 18 months to 3 years ആണ്. ഇനി അടുത്ത് ഫാലിക് സ്റ്റേജ്, ages 3 to 6 ആണ്. The phallic stage is one of the most significant in the Freudian model. The pleasure zone switches to the genitals. ഈ സന്ദർഭത്തിൽ കുട്ടിയുടെ പ്ലഷർ സോൺ വരുന്നത്, നേരത്തെ പറഞ്ഞ പ്ലഷർ സോൺ ഉണ്ടായിരുന്നു ഓറൽ സ്റ്റേജിലും അതുപോലെ തന്നെ ഏനൽ സ്റ്റേജിലും ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ജെനിറ്റിൽസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടിയുടെ പ്ലഷർ സോൺ ഉള്ളത്. Children obtain pleasure from stimulating their genitals and begin to discriminate between the sex roles of their parents. അപ്പോ ഒരു ഡിസ്ക്രിമിനേഷൻ, സെക്സ് റോൾസ്, ആൺ പെണ്ണ് എന്ന ചിന്താഗതിയിലേക്ക് വരുന്നത് ഈ സന്ദർഭത്തിലാണ്. Initially, a child in the public stage, phallic stage, will identify with the parent of opposite sex in what is known as the Oedipus complex. ഇത് ഒഡീപ്പസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഈ ഓപ്പോസിറ്റ് സെക്സ് അത് തിരിച്ചറിയുന്നത് പാരന്റ്സിലൂടെയാണ് പ്രധാനമായിട്ട്. അതായത് ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്ന കൺസെപ്റ്റിൽ വരുന്ന അതിൽ ആൺപെൺ എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത്. Briefly, the Oedipus complex posits that the child's urges seek an external object. പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് അങ്ങനെ അന്വേഷിക്കുന്ന ഒരു തരത്തിലേക്കാണ്, അതാണ് ഈ ഓഡിപ്പസ് കോംപ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The inevitable object is the child's mother. ഇവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് മദർ എന്നുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആൺപെൺ വ്യത്യാസവും മറ്റൊക്കെയാണ് ഈ കുട്ടി ഈ സന്ദർഭത്തിൽ തിരിച്ച് അറിയുന്നത്. ഇവിടെ
സെയിം സെക്സ് പാരൻസ് ഒക്കെ. മറ്റൊരു കാര്യം പറയുന്നത് ഈ പ്രായത്തില് അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ഔട്ട് ഓഫ് ഫിയർ ഓഫ് കോൺസ്ട്രേഷൻ ആൻഡ് ഡ്യൂ ടു ദ സ്ട്രോങ് കോമ്പറ്റീഷൻ ഓഫ് ഹിസ് ഫാദർ, ബോയ്സ് ഇവൻച്വലി ഡിസൈഡ് ടു ഐഡന്റിഫൈ വിത്ത് ദെയർ ഫാദർ. ആദ്യം ഉണ്ടാകുന്നത് ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മദറിനോട് ആൺകുട്ടികൾക്കും ഫാദറിനോട് പെൺകുട്ടികൾക്കും പ്രത്യേക താല്പര്യം ഉണ്ടാവുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫാദറിന്റെ ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി ഫാദറിനെ പോലെ ആകാനുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും നിരക്കുള്ള ഫിക്സേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫിക്സേഷൻ വന്നാൽ എ ഫിക്സേഷൻ അറ്റ് ദിസ് സ്റ്റേജ് കുഡ് റിസൾട്ട് ഇൻ സെക്ഷൽ ഡീവിയൻസസ് ബോത്ത് ഓവർ ഇൻഡൽജിങ് ആൻഡ് അവോയ്ഡൻസ്. The weak or confused sexual identity according to psychoanalysts. ഈ അതുമായി ബന്ധപ്പെട്ട് പിൽക്കാലത്ത് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായാക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് വേണ്ടത്ര ഈ കാലഘട്ടത്തിൽ കുട്ടി പരിഗണിക്കപ്പെടാതെ വന്നാൽ എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആൺകുട്ടിയാണ്, അതുപോലെ തന്നെ പെൺകുട്ടിയാണ് എന്ന തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത് ഈ സമയത്താണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള തിരിച്ചറിവ് ഇല്ലല്ലോ. പിന്നീട് സ്കൂളിലൊക്കെ ഒരു 2-3 ആ ഘട്ടത്തിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അടുത്തതായി ലേറ്റൻസി സ്റ്റേജ്, ഏജ് 6 to puberty, 6 വയസ്സ് മുതൽ പ്രായപൂർത്തി എത്തുന്നവരെയുള്ള സ്റ്റേജാണ് ഈ ലേറ്റൻസി സ്റ്റേജ്. The latency stage occurs before the onset of puberty and is marked by the dormancy of the libido. ലിബിഡോ എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഉൽപാദനം മറ്റും അല്ലെങ്കിൽ അതൊക്കെ തുടങ്ങാനുള്ള ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭം എന്നുള്ളത്. ഇവിടെ ഒരു കുട്ടിക്ക് പിയർ ഗ്രൂപ്പുമായിട്ടായിരിക്കും ഈ സന്ദർഭത്തിൽ കുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ അടുപ്പമുണ്ടാകുന്നത്. ലിബിഡോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ also known as sex drive, is the desire of sexual activity. It's a fundamental part of human life and can be influenced by many factors. അപ്പോ ഇത് also known as sex drive എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. Is the desire of sexual activity, അതാണ് യഥാർത്ഥത്തിൽ ലിബിഡോ. അത് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്, 6 to puberty period. Sexual and aggressive drives are channeled into more socially acceptable substitutes. During this stage, the sexual urges remain repressed and children interact and play mostly with the same sex pairs. ശരിക്കും ഈ സമയത്ത് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഈ സെക്സ്വൽ ഏർജസ് റിപ്രസ്ഡ് ആയിട്ട് അവിടെ നിലകൊള്ളുക, കുട്ടിയുടെ മനസ്സിൽ അത് അടക്കി ഒതുക്കി നിൽക്കുകയായിരുന്നു. അവര് കളിക്കുന്നതും മറ്റൊക്കെ അവരുടെ സമപ്രായപ്രകാരമാണ്. സ്കൂളിലൊക്കെ നമ്മുടെ നാട്ടിൽ ആൺകുട്ടികളായിട്ടാണ് കളിക്കുന്നത്, പെൺകുട്ടികളായിട്ടാണ് കളിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ ഇങ്ങനെ റിപ്രസ്ഡ് ആയിട്ട് നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ജെനിറ്റൽ സ്റ്റേജ്, പുബർട്ടി, ഇത് അപ്പൊ ലേറ്റന്റ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ 6 വയസ്സ് മുതൽ ഈ പുബർട്ടി ആവുന്നത്. ഇനി ലാസ്റ്റ് ജെനിറ്റൽ സ്റ്റേജ്. ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പുബർട്ടി പുബർട്ടി ആയത് മുതൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത സമയത്താണ്. ദി ഫൈനൽ സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ബിഗിൻസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് പുബർട്ടി വെൻ സെക്ഷൽ ഏർജസ് ആർ വൺസ് അഗെയിൻ അവേക്കൻഡ്. അവിടെ ഈ സെക്ഷൽ ഏർജസ്, ശാരീരികമായ ഒരു ജൈവികമായ ആവശ്യം എന്ന നിലക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് റൈസ് ചെയ്യുന്ന, എവേക്കൻ ആവുന്ന ഒരു സന്ദർഭമാണ്. Through the lessons learned during the previous stages, adolescents direct their sexual urges on to opposite sex pairs. മുമ്പ് നമ്മൾ പറഞ്ഞു കുട്ടിയുടെ ഉള്ളിൽ ഇത് ഉണ്ടെങ്കിലും അത് റിപ്രസ്ഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. എന്നാൽ ഈ പ്രായത്തിലെത്തുന്നതോടുകൂടി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സെക്സിനോട് കൂടുതൽ താല്പര്യം തോന്നുകയും ഒരു അവസരം ലഭിച്ചാൽ അവരുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനുള്ള താല്പര്യമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിൽ. The primary focus of pleasure is the genital. ലൈംഗിക അവയവുമായി ബന്ധപ്പെട്ടാണ് ഈ സന്ദർഭത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്ലഷർ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായും ഫ്രോയിഡിന്റെ
കാര്യങ്ങൾ പറയുന്നത്. ഈ ഫ്രോയിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ പല പ്രാവശ്യം പിന്നെ സൈക്കോളജിയിൽ എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും പ്രശസ്തനായിട്ട് അറിയപ്പെടുന്നതും ഫ്രോയിഡ് തന്നെയാണ്. ഇനി ഇതിന്റെ ഒരു ഇവാലുവേഷൻ ഓഫ് ഫ്രോയിഡ്സ് തിയറിയാണ്. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഇവിടെ പറയുന്നത്. പിന്നെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി ഇതിൽ രണ്ടാമതായിട്ടുള്ളത് കാരൻ ഹോണിംഗ് ആണ്. നമ്മുടെ ടൈം 9:55 തുടങ്ങി വെച്ചാൽ നമുക്ക് മുന്നോട്ട് കൂടുതൽ പോകാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നാളെ ഇനി എടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ തുടരുകയാണെങ്കിൽ ട്യൂസ്ഡേ എനിക്ക് കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വോയിസ് കിട്ടാലും മതിയല്ലേ? എന്നാ അങ്ങനെ കഴിയെങ്കിൽ എപ്പോഴാ കഴിയുന്ന വെച്ചാൽ പിന്നീട് ഇട്ടാൽ മതിയല്ലോ. ട്യൂസ്ഡേ ഇട്ടാൽ മതിയോ? ട്യൂസ്ഡേ വരെ ഞാൻ എല്ലാവരും ബിസിയാണ് ഈവനിംഗിൽ. ട്യൂസ്ഡേ എടുക്കാൻ തോന്നുന്നു. ട്യൂസ്ഡേ ഓക്കെ അല്ല? ട്യൂസ്ഡേ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു. വെരി താങ്ക്സ്. ഓക്കെ, വെൽക്കം. Thank you, Lord. Okay, you are welcome.